ഡിവൈഎഫ്ഐ നേതാവ് മാലിന്യം വലിച്ചെറിഞ്ഞ സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഒത്തുകളിച്ച കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് UDF. നേതാവിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് UDF ജനപ്രതിനിധികൾ കരുമാലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കരുമാലൂർ പഞ്ചായത്തിലെ 17ാം വാർഡിലെ പൊതുനിരത്തിനോട് ചേർന്ന് ആളൊഴിഞ്ഞ പറമ്പിലേക്ക് KL42 Q8826 എന്ന വാഹനത്തിലെത്തിയ വ്യക്തി പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ മാലിന്യം വലിച്ചെറിഞ്ഞത് CCTV ദൃശ്യങ്ങൾ സഹിതം നാട്ടുകാർ കരുമാലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയെ തുടർന്ന് സെക്രട്ടറി ഇതു സംബന്ധിച്ച് ആലങ്ങാട് പോലീസിൽ പരാതി നൽകി. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ വാഹനത്തിന്റെ രജിസ്ട്രേഡ് ഓണർ CPM നേതാവും വാഹനത്തിലെത്തി മാലിന്യം വലിച്ചെറിഞ്ഞത് DYFI നേതാവുമാണെന്ന് മനസ്സിലാക്കിയതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങൾ പ്രസിഡന്റിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഒത്തുകളി അവസാനിപ്പിക്കുക. DYFI നേതാവിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ AM അലി പറഞ്ഞു. സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം എന്ന പദ്ധതി പ്രകാരം കരുമാലൂർ പഞ്ചായത്തിലും മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും മാലിന്യം നീക്കം ചെയ്യാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഒരു CPM നേതാവിൻ്റെ ഭാര്യയുടെ കാറിൽ ഒരു DYFI നേതാവ് മാലിന്യം കൊണ്ടുപോയി പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുന്നത് CCTV വഴി ഇവിടെ പിടിക്കുകയും പഞ്ചായത്ത് സെക്രട്ടറി അത് പ്രകാരം ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ 4 മാസമായിട്ടും ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വണ്ടി ആരുടേതാണെന്ന് അറിഞ്ഞതിന് ശേഷം പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും കൂടി ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ്. നിരപരാധികളായ പല ആളുകളുടെയും പേരിൽ 5000-ഉം 10000-ഉം 25,000-ഉം വരെ ഫൈൻ അടച്ചിട്ടുള്ള പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്. നിരപരാധികൾ അബദ്ധത്തിൽ ഇതുപോലെ എന്തെങ്കിലും വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തി ഹരാസ് ചെയ്യുകയും അവരിൽ നിന്നും 5000 മുതൽ 25,000 രൂപ വരെ ഫൈൻ ഈടാക്കിയിട്ടുണ്ട്. ഇത് DYFI നേതാവാണെന്ന് അറിഞ്ഞതുകൊണ്ടും ഒരു കോൺഗ്രസിൻ്റെ CPMൻ്റെ നേതാവിൻ്റെ ഭാര്യയുടെ വണ്ടിയാണെന്ന് അറിഞ്ഞതുകൊണ്ടും ഇവർ ഇപ്പം അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുകയാണ്. ഈ വണ്ടി ആഴ്ചയിൽ 2 ദിവസം എങ്കിലും മിനിമം ഈ പഞ്ചായത്തിൽ വരുന്നുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി ഈ വണ്ടി കാണുമ്പോൾ തിരിഞ്ഞു നടക്കുകയാണ്. ഈ ചില പ്രതികളെ കാണുമ്പോൾ പോലീസ് മാറുന്നത് പോലെ യഥാർത്ഥ പ്രതികളെ കാണുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും മാറി നിൽക്കുന്നൊരവസരമാണ് കരുമാലൂർ പഞ്ചായത്തിൽ ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കരുമാലൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തുല്യനീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDFൻ്റെ നേതൃത്വത്തിൽ ഈ സമരം ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് രാഷ്ട്രീയക്കാരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സെക്രട്ടറി ആർക്ക് വേണ്ടിയാണ് ഈ വിടുപണി ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പഞ്ചായത്ത് സെക്രട്ടറി നീതി നടപ്പിലാക്കാനും പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ ക്രമക്കേടുകൾ സംഭവിച്ചാൽ അത് തിരുത്തുന്നതിനും ഉത്തരവാദിത്തപ്പെട്ട ആളാണ് പഞ്ചായത്ത് സെക്രട്ടറി. ആ സെക്രട്ടറി ഇന്ന് പ്രസിഡന്റിൻ്റെ ഒരു പാവയായി ഇവിടെയുള്ള DYFIയുടെയും CPMൻ്റെയും നേതാക്കൾക്കുടെ ഒരു അടിമയായി ഇവിടെ ഇരിക്കുകയാണ്. അയാൾക്ക് ഇതിനേലും നല്ല പണി വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്നാണ് ഞങ്ങളിപ്പോൾ ചോദിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പദവിക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ആ വലിപ്പം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരാതി പരിഹാര അദാലത്തിന് ചിലവായ തുക പഞ്ചായത്തിൽ നിന്നും ഈടാക്കാൻ ശ്രമിക്കുന്നതായും ഈ വർഷത്തെ പരിസ്ഥിതി ദിനവും പ്രവേശനോത്സവവും പഞ്ചായത്ത് നടത്തിയില്ലെന്നും പഞ്ചായത്ത് അംഗം TA മുജീബ് പറഞ്ഞു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബീന ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ EM അബ്ദുൽ സലാം, KA ജോസഫ്, KM ലൈജു, സൂസൻ വർഗീസ്, നദീറ ബീരാൻ,
മുഹമ്മദ് മെഹജൂബ് എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ നടന്ന അദാലത്തിൽ ഇന്നിന്ന അപേക്ഷകൾ മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചികിത്സാ സഹായങ്ങളുടെ അപേക്ഷകൾ വാങ്ങിക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു ആവശ്യങ്ങളൊന്നും ആ അദാലത്തിൽ പരിഗണിക്കാതെയാണ് അദാലത്ത് നടന്നുപോയത്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരെ, പ്രതിപക്ഷ മെമ്പർമാരെ പോലും അറിയിക്കാതെ സ്വജനപക്ഷപാതം എന്ന് പറയുന്ന രീതിയിൽ ഇവിടുത്തെ ഭരണകക്ഷിയിൽപ്പെട്ട മെമ്പർമാരെ മാത്രം വെച്ച് എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന അപേക്ഷകൾ പോലും ഇവിടെ ശേഖരിക്കുകയും ആ അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കാതെ ജനങ്ങളെ മണിക്കൂറുകളോളം ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനമാണ് അദാലത്ത് എന്ന് പറഞ്ഞ് ഒരു പ്രഹസനം ഇവിടെ നടത്തിക്കൂട്ടിയത്. ഇപ്പോൾ അതിൻ്റെ പേരിൽ 1,00,000 ചില്ലാൻ രൂപയുടെ ദൂർത്ത് നടത്തിയതിൻ്റെ പേരിൽ ബില്ല് പഞ്ചായത്തിൽ വന്നിരിക്കുകയാണ്. ആ ബില്ല് കൊടുക്കുവാൻ ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാർ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ലോകം മുഴുവനും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തും സംസ്ഥാന സർക്കാരും എല്ലാ കേന്ദ്രങ്ങളും ജൂൺ 5 പരിസ്ഥിതി ദിനം ആഘോഷിച്ചപ്പോൾ, പരിസ്ഥിതി ദിനം ആഘോഷിച്ച് അത് ഭൂമിക്കൊരു തണൽ എന്ന ഒരു ക്യാപ്ഷനോട് കൂടി അത് കൊണ്ടാടിയപ്പോൾ ഈ കരിമാലൂർ പഞ്ചായത്തിൽ മാത്രം പരിസ്ഥിതി ദിനം മറന്നുപോയ ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ആണ് ഇവിടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. നമുക്കറിയാം, സ്കൂളുകൾ പ്രവേശനോത്സവം വരുമ്പോൾ സ്കൂൾ തലങ്ങളിൽ സർക്കാർ സ്കൂളിൽ പഞ്ചായത്തിന്റെ ഇതിൽ പഞ്ചായത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു സ്ഥലം ക്രോഡീകരിച്ചുകൊണ്ട് പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത് പതിവാണ് എല്ലാ വർഷവും. പക്ഷേ ഈ വർഷം അതുണ്ടായില്ല. യാതൊരു അറിവുമില്ലാതെ പഞ്ചായത്തിന്റെ ഭരണം അഴിമതിയിൽ മുക്കിക്കൊണ്ടുപോകുന്ന ഈ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്.